ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പം ഹെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമല്ല, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ എല്ലാവരുടെയും ഒരു 18 വയസ്സ് തൊട്ടേ ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാം മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു 50 വയസ്സിന് മേളിലായിരുന്നു മുടി നരച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഈ കെമിക്കലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തലമുടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തലയ്ക്കും തലയോട്ടിയിലും എല്ലാം നമുക്ക് ചൊറിച്ചിലുകളും പിന്നെ അലർജി പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മുടി നന്നായിട്ട് വളരുകയും നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും. അത് ഞാനിപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഈ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒന്ന് ഉലുവയാണ്. ഉലുവ എന്ന് പറയുന്നത് ഒരുപാട് ഗുണമുള്ള സാധനമാണ്. അതുപോലെ തന്നെ കരിഞ്ജീരകം, നെല്ലിക്കാപ്പൊടി, പിന്നെ കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ബ്രൂ കോഫിയാണ് എടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ വേണം. അപ്പം അതിന് ഞാൻ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. ഇപ്പം നെല്ലിക്കാപ്പൊടി നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്ക മേടിച്ച് കഴുകി അതൊന്ന് ഉണക്കി കഴിഞ്ഞിട്ട് അത് നമ്മൾ പൊടിച്ചെടുത്താലും മതി. അത് വളരെ നമുക്ക് വിശ്വസനീയമാണ്. ഇതിൽ മായമൊന്നും കലർന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ അതിപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇല്ല, ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ പൊടിക്കാനൊക്കെ പാടല്ലേ, അപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് നെല്ലിക്ക പൊടി തന്നെ മേടിക്കാൻ കിട്ടും. നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ ഒരുപാട് ഗുണമുള്ള ഒരു ഇതാണ്. അപ്പം നമ്മൾ നെല്ലിക്കാപ്പൊടി മുടി നന്നായിട്ട് കറക്കാനും സഹായിക്കുന്നതാണ്. അപ്പം നമുക്കതൊരു 2 സ്പൂണ് എടുക്കാം. പിന്നെ ഇനിയുള്ളത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം എന്ന് പറയുന്നത് ആയുർവേദത്തിലൊക്കെ വളരെ ഒരു പ്രധാന സ്ഥാനമുള്ളതാണ് കരിഞ്ജീരകത്തിന്. കരിഞ്ജീരകം നമ്മുടെ മുടി പൊഴിയുന്നതിനും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആകുന്നത്, താരന്, ഇതിനൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ് കരിഞ്ജീരകം. അപ്പം ഒരു 2 സ്പൂൺ കരിഞ്ജീരകവും, അതുപോലെ തന്നെ ഉലുവയും. ഉലുവ തണുപ്പാണ്, പക്ഷേ ഉലുവയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിയെ നല്ല കട്ട കറുപ്പാക്കാനും അതുപോലെ താരന് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾക്ക് ഉലുവ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഉലുവയും ഞാൻ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ബ്രൂ ആണ്. ഈ കാപ്പിപ്പൊടി അതില്ല, നമുക്ക് ഏറ്റവും അവസാനം ഈ കൂട്ടിലോട്ട് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടി എടുത്ത് നമ്മളൊന്ന് വറുത്ത് പൊടിക്കണം. നല്ല ഒരു കരിഞ്ഞ രീതി വരെ വരണം. ആ രീതിയിലാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ബ്രൂ ഇട്ടാൽ മതി. കാരണം ഈ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ കുറേ നേരം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നത്. ബ്രൂവിൻ്റെ ഗുണം പിന്നെ പറയേണ്ടതില്ലല്ലോ. നമുക്ക് മുഖത്തിനാണെങ്കിലും ഇപ്പം തലയിലാണെങ്കിലും ഒക്കെ വളരെ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ഇതാണ് ബ്രൂവ്. അപ്പം ഞാനതും 2 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂൺ എന്നുള്ള കണക്കിലല്ല, 2 പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് ബ്രൂവും ഇട്ടു. ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട്, ചെറിയ ഫ്ലെയിമിൽ വേണമെന്നേ ഉള്ളൂ, നന്നായിട്ട് കരിയുന്ന രീതിയിൽ ഇത് വറുത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. ഇത് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് ഇത് ആഴ്ചയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമാണ് കിട്ടുന്നത്. നമുക്ക് കെമിക്കൽ ഉപയോഗിക്കുന്ന കണക്കല്ല. ഈ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മുടി ഒഴിയത്തേ ഇല്ല, താരനുണ്ടാവത്തില്ല, അകാല നര, ഇതൊന്നും നമുക്കുണ്ടാവത്തില്ല. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചൂടാക്കാൻ. കാരണം കാപ്പിപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഇപ്പം വറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഇതിന്. കരിഞ്ജീരകത്തിനൊരു ഔഷധ ഗുണമാണ്. ഇപ്പോൾ നമ്മുടെ ഡൈക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചൂടാക്കി കഴിഞ്ഞു. ഇപ്പം നന്നായിട്ട് എല്ലാം ബ്രൗൺ കളറായി.
ഇനിയിപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് ആറിയതിന് ശേഷം വേണം പൊടിക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ പൊടിച്ചുകൊണ്ട് വരാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ ഒരു ചെറിയ ബൗളിലേക്കിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ല ബ്രൗൺ കളറായി. ഇതിന് തരിയില്ലാതെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരുന്നത് പൊടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല തരിയില്ലാതെ പൊടിഞ്ഞിട്ടുണ്ട്. ദേ എൻ്റെ കൈ കണ്ടോ, ഒരു ബ്രൗൺ കളറാണിപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ഞാനൊരു ബൗളിൽ കുറച്ച് മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ നീല അമരി പൊടിയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുവാണ് വേണ്ടത്. പക്ഷേ നമുക്ക് സാധാരണ മാർക്കറ്റിൽ നിന്ന് കയ്യൂന്നി, കയ്യെണ്ണ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടി, അതാണ് ഇത്. ഈ ചെടിയുടെ പൊടിയാണ് സാധാരണ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ, അതായത് വെള്ളമയം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ചെടി വളരാറുണ്ട്. ഈ കയ്യെണ്ണ അല്ലെങ്കിൽ കയ്യൂന്നി എന്നൊക്കെ പറയുന്ന ഇത് മുടിക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചെറുപ്പനാൾ തൊട്ടേ ഞങ്ങൾ എണ്ണ മുറുക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനെ ഇത് വെച്ചൊക്കെയാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ പൊടി ഞാൻ അതുകൊണ്ട് മേടിച്ചില്ല. ഇത് നമുക്ക് നമ്മുടെ അടുത്ത പറമ്പുകളിലൊക്കെ കിട്ടുന്നതാണിത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാമെന്ന്. അപ്പം ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത് പൊടിയല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ആ നീരാണ് നമുക്കിത് കുഴയ്ക്കാനായിട്ട് എടുക്കേണ്ടത്. ഇതില്ലെങ്കിൽ സാധാരണ നമ്മൾ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഈ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിപ്പം ഇത് പൊടിയല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ നീരെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതൊന്ന് ഒരു 3 മിനിറ്റ് മതി നമുക്ക് ഒന്ന് ഗ്യാസിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഈ കയ്യെണ്ണയുടെ ഇതിടുകയാണ്. ഇതൊന്ന് തിളച്ചാൽ മതി. തിളയ്ക്കുമ്പോഴത്തേനും ഇതിൻ്റെ ആ നീരിറങ്ങും. ആ നല്ല ഔഷധമുള്ള ആ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഇത് ചാലിക്കാനായിട്ട് എടുക്കാം. അപ്പം ഞാൻ തിളപ്പിച്ചിട്ട് വരാം. ഇതാണ് നമ്മൾ തിളപ്പിച്ചു കൊണ്ടുവന്ന വെള്ളം. ഇതിലേക്ക് പൊടിച്ച് വെച്ച ഈ പൊടി 3 സ്പൂണ് ഇട്ട് കൊടുക്കണം. 3 സ്പൂണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഹെന്ന കലക്കുമ്പോഴാണെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ കലക്കണം. ഇതിപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയപ്പം ഇത്തിരി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി, കട്ടയൊന്നും ഇല്ലാതെ തന്നെയാണ് ഇളക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇൻഡിഗോ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. നീലയമരി വളരെ വിശേഷമുള്ളതാണ്. നമുക്ക് മുടിക്ക് ഇത് പെട്ടെന്ന് കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഈ നീലയമരി. നമുക്ക് മുടിക്ക് കളർ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. പിന്നെ നന്നായിട്ട് വളരും ഈ നീലയമരിപ്പൊടി ഉപയോഗിച്ചാൽ. പിന്നെ ഇത് അകാല നര, പിന്നെ മുടി പൊട്ടുക, അങ്ങനെയുള്ള ഇതൊന്നും പിന്നീട് ഉണ്ടാവത്തില്ല. ആയുർവേദത്തിലൊക്കെ ഈ നീലയമരിക്ക് ഭയങ്കര നല്ല പ്രഥമ സ്ഥാനമുള്ളത്. നീലയമരി നമ്മളിപ്പോൾ എണ്ണ കാച്ചുവാണെങ്കിൽ ആ എണ്ണയ്ക്ക് തന്നെ നീല കളറാണ് കിട്ടുന്നത്. പിന്നെ നമുക്കൊരു 2 സ്പൂൺ നീലയമരി പൊടിയിനകത്തേക്ക് ഇടാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മൈലാഞ്ചിപ്പൊടിയാണ്. മൈലാഞ്ചിപ്പൊടി ഒരു 2 സ്പൂണ് ഇടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് കട്ടയില്ലാതെ ഇളക്കണം. മൈലാഞ്ചി നമുക്ക് വീടുകളിലുണ്ടെങ്കിൽ
നമുക്ക് അത് വെയിലത്തിട്ട് ഉണക്കി പൊടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വെള്ളം, കുറച്ച് വെള്ളവും കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കയ്യോന്നി ഇട്ട് തിളപ്പിച്ച ആ വെള്ളം നമുക്കെടുക്കാം. ഇപ്പം നമ്മുടെ ആ ഉലുവയുടെയും കരിഞ്ജീരകത്തിൻ്റെയൊക്കെ മണം നന്നായിട്ടുണ്ട്. നമ്മളൊരു ആയുർവേദ കടയിൽ നിൽക്കുന്ന ഒരു തോന്നൽ പോയിരുന്നു നമുക്കിപ്പം. ഇപ്പോൾ കട്ടയില്ലാതെ ഇളക്കി നല്ല ഒരു കുഴമ്പ് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം നമുക്കിതൊരു ബ്രഷ് വെച്ച് തലയിൽ അപ്ലൈ ചെയ്യാം. ഇതിപ്പം ഞാൻ എൻ്റെ തലയിലല്ല ചെയ്യുന്നത്, ഇത് ഞാൻ ഇവിടെ ചേട്ടൻ്റെ തലയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ആണുങ്ങളുടെ തലയിലാകുമ്പം നമുക്ക് ഒരുപാട് ആവശ്യമില്ല, കാരണം അവർക്ക് നമ്മളുടെ അത്രയും മുടി ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം മുടി കൂടുതലുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കണം. ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ നേരം തലയിലിരുന്ന് അരമണിക്കൂർ ഇരുന്നാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ കൊണ്ട് എടുക്കാം. നമുക്ക് ഒരു 3/4 മണിക്കൂർ സമയം മാക്സിമം അത് മതി. അതിനുശേഷം കഴുകിക്കളയണം. അത് കഴുകുമ്പോൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു കട്ടയുമില്ല, നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഡൈയെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം ആദ്യം ഒന്ന് ചീകി നോക്കണം. ഞാൻ ഇന്ന് ചെയ്യുന്നത് ചേട്ടൻ്റെ തലയിൽ തന്നെയാണ്. പുറമേ കറുപ്പ് തോന്നുന്നുണ്ടെങ്കിലും അകത്തൊക്കെ നല്ല നരയുണ്ട്. ഇവിടെയെല്ലാം ഉണ്ട്, അകത്തോട്ടൊക്കെ നന്നായിട്ടുണ്ട്. ഞാനിതൊരു 2 ആഴ്ച മുമ്പ് ചെയ്തതായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നല്ല കറുപ്പായിട്ട് വന്നിരിക്കുന്നത്. പുറമേ ഒന്നും കാണാനേ ഇല്ല, നല്ല കറുത്ത പോലെ ഇരിക്കുന്നത്. പക്ഷേ അകത്ത് ചെറിയ ഇത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യണം. കുറച്ച് നാളുകൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ഇത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ മുടിയിൽ അതങ്ങ് പിടിക്കും. പണ്ട് നമ്മൾ ഈ കെമിക്കലൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഇപ്പം ഈ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യേണ്ടി വരുന്നത്. ഇത് നല്ല കുറച്ച് നാളുകളായി കഴിയുമ്പോഴത്തേനും ഉറപ്പാണ് നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. തന്നെയല്ല, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് വലിയ ചിലവും ഇല്ല. തലയ്ക്കൊക്കെ നല്ല സുഖം കിട്ടുന്ന ഒരു ഇതാണ്, ഒരു ദോഷവും ഇല്ല. നമ്മളെ ഇപ്പം മുടി അകാല നര വരുന്നതും പിന്നെ എന്താണ് മുടി പൊട്ടുന്നതും പിന്നെ എന്താണ് അലർജി, അങ്ങനെയുള്ള എല്ലാത്തിനും നമ്മുടെ അതിനുള്ള സാധനങ്ങളെല്ലാമാണ് നമ്മുടെ ഇതൊന്നും ഉണ്ടാവത്തില്ല. കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലർക്കും അലർജി വരുന്നുണ്ട്. പിന്നെ അവരങ്ങനെ ചിലപ്പം അതുകൊണ്ട് അവരാരും ഡൈ ചെയ്യുന്നില്ല, അലർജിയുടെ ഇത് കാരണം. ഇപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് തേച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് നല്ല ഇതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ചെയ്തു തുടങ്ങാം. നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് തേച്ചും കൊടുക്കാം. ഇപ്പുറത്ത് ചീപ്പാണ്, അപ്പം ചീയും കൊടുക്കാം. നമ്മളല്ലെങ്കിൽ ഇപ്പം കൈകൊണ്ടൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ശരിയാവും. മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ബ്രഷ്. ഒരു വശേ ചീപ്പും ഒരു വശേ നമ്മുടെ ബ്രഷ് വേണം. അപ്പം ഇനി തേച്ച് തുടങ്ങാം. നമ്മളെടുത്ത ഹെന്ന കണ്ടോ, നല്ല കളറുണ്ട്. നല്ല ബ്ലാക്ക് കളറിന് പറ്റിയതാണ് ഈ ഹെന്ന. ഇതിങ്ങനെ കുറേശ്ശെയായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചീകി കൊടുക്കണം. ഇതിപ്പം ഞാൻ തലയെ മുഴുവൻ പുരട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ബ്രഷ് ചെയ്തുകൊണ്ട് നോക്കിയ കയ്യിലൊന്നും ഒട്ടും പറ്റിയിട്ടില്ല. നമ്മുടെ കയ്യിൽ പറ്റിയതേ ഇല്ല. അപ്പം നമുക്ക് ബ്രഷാണ് ഏറ്റവും നല്ലത്. ബ്രഷ് ഇല്ലാത്തവരെ ബ്രഷ് മേടിക്കണം, മേടിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇവിടെയും ചെയ്യാം. അഥവാ ഇപ്പം ചെയ്യുമ്പം വേറെ ഭാഗത്തൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊരു കോട്ടൺ കയ്യിലെടുത്ത് വെച്ചേക്കണം. അത് വെച്ചിങ്ങനെ തുടച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പാർലറിൽ പോയി ചെയ്യുവാണെങ്കിൽ നല്ല പൈസയാകും. പിന്നെ നമ്മൾ ഈ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ നമ്മളെല്ലാം നല്ല ഇതായിട്ടല്ലേ ചെയ്യത്തുള്ളൂ. ഇപ്പം കയ്യൊന്നി കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേയില വെള്ളം അതായാലും മതി. എന്തായാലും പച്ചവെള്ളം നമ്മൾ ഉപയോഗിക്കല്ല. തേയില വെള്ളമോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്ന വെള്ളമോ അതിലേതെങ്കിലും ഉപയോഗിക്കാം. ഇത് നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്.
അപ്പം നിങ്ങളെല്ലാവരും ഈ ഡൈ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യണം. നമുക്ക് മുടി വളരുന്നതിനും നമ്മുടെ താരനും അങ്ങനെ പിന്നെ നമുക്ക് നരയാണെങ്കിലും കൂടാതിരിക്കാനും എല്ലാം വളരെ നല്ലതാണിത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണം. ബ്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അധികം എങ്ങും പറ്റത്തില്ല. പണ്ട് ഞാൻ കൈകൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരുപാട് എല്ലായിടത്തും പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, നമുക്ക് ബ്രഷ് കൊണ്ടായപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മിച്ചമുണ്ട്. അപ്പം ഇത് നമുക്ക് ഇനി വെച്ചേക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കിത് വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കാനുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം. പിന്നെ ഇതൊരു അരമണിക്കൂർ ഇരിക്കണം. അല്ല 3/4 മണിക്കൂർ ഇരുന്നാലും നമുക്ക് തലയ്ക്ക് ഗുണം തന്നെയാണ്. അപ്പം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അപ്പോഴത്തേ ഉണങ്ങും, കഴുകിക്കളയാം. അപ്പോൾ പാക്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പോയി കുളിച്ചിട്ട് വന്നു. ഇപ്പം എന്തേ തലയിൽ നരയൊന്നും നമ്മുടെ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അകത്ത് നല്ലോണം നരയുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണുന്നില്ല. തലയ്ക്ക് നല്ല ഒരു കുളിർമയാണ് ഇല്ലേ, കുളിർമ കിട്ടുന്നില്ലേ? ഒന്ന് കാണിച്ചു തരേ അങ്ങോട്ടേക്ക്. കണ്ടോ, ഇപ്പം ഇവിടെയൊന്നും അങ്ങനെ നരയുടെ ഒരു ഇത് കാണുന്നേ ഇല്ല. അപ്പം എല്ലാവരും ഈ പാക്ക് ഉണ്ടാക്കി നോക്കണം. അത് നമ്മുടെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. എന്താണേലും നമുക്ക് തലയ്ക്ക് ഒന്ന് നരയ്ക്കും ചെയ്യാം, അല്ലെങ്കിൽ തലയ്ക്ക് നല്ല മുടി വളരാനും കറുത്ത് മുടിയായിട്ട് കിട്ടാനും എല്ലാം നമുക്കിത് നല്ലൊരു പായ്ക്കാണ്. അപ്പം ഈ ഡൈ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഞങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടിയത് തന്നെയാണിത്. അപ്പം എല്ലാവർക്കും ഇത് കിട്ടിയിരിക്കും. മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുക. അപ്പം ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം, ഇതുപോലെ ബ്യൂട്ടി ടിപ്സുമായിട്ട്.